നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്തതിൽ വൻ അഴിമതിയാണെന്നും ഇത് സംഘടിതമായ അഴിമതിയാണെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളത്തിൽ UDF തരംഗമാണെന്നും UDF വൻ വിജയം നേടുമെന്നും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകുമെന്ന K. സുധാകരൻ്റെ പ്രസ്താവന അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണെന്നും വേണുഗോപാൽ. NDA പരാജയപ്പെടുത്താൻ LDFും UDFും ചേർന്ന് കൂട്ടുകൂടിയിട്ടുണ്ടെന്നും ഈ അവിശുദ്ധ ബന്ധത്തെ മറച്ചുവെക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പലതും വിളിച്ചു പറയുകയാണെന്നും BJP വക്താവ് MT രമേശ്. കേരളത്തിൽ ഇന്ത്യ സഖ്യം നിലവിലുണ്ടോ എന്നും ആരാണ് ഇതിൻ്റെ നേതാവെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്നും MT രമേശ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ ഒറ്റപ്പാലം മണ്ഡലങ്ങളിൽ 4,08,432 വോട്ടർമാർ. ഇതിൽ കൂടുതൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ 2,09,188 വോട്ടർമാർ ഒറ്റപ്പാലത്തും 1,99,224 വോട്ടർമാർ ഷൊർണൂരിലും. രണ്ട് മണ്ഡലങ്ങളും കൂടി 462 ബൂത്തുകൾ, 4 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാഗ്ദൾ NDA പിന്തുണയ്ക്കും ദേശീയ തലത്തിൽ NDAക്ക് ഒപ്പം നിൽക്കുന്ന RLD കേരളത്തിൽ സജീവമായത് മാസങ്ങൾക്ക് മുൻപ്. NDAയുടെ നേതൃത്വത്തിൽ കേരളത്തിലും കേന്ദ്രത്തിലും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുമ്പോൾ മാത്രമേ കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയൂവെന്ന് മുൻ MP അപരാജിത സാരംഗി IAS. NDAയുടെ മണ്ഡലം കൺവെൻഷൻ ഷൊർണൂരിൽ. മങ്കരയിലും കോട്ടയിലും LDF കൺവെൻഷനുകൾ. ഷൊർണൂർ നിയോജകമണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി P. മമ്മിക്കുട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചൂടുപിടിക്കുന്നു. കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന നേട്ടങ്ങൾ വോട്ടാക്കുമെന്ന് P. മമ്മിക്കുട്ടി. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പൊക്കിൽക്കൊടി ബന്ധമാണെന്നും മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരരുതെന്നും വന്നാൽ പാർട്ടി തകരുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP. തൃശൂർ PHയിൽ രേഖകളില്ലാത്ത 64,50,000 രൂപ എക്സൈസ് പിടികൂടി. ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോയിരുന്ന ബസ്സിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. പണം പിടികൂടിയത് ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി. തൃശൂർ പുന്നീർകുളത്തെ കഞ്ചാവ് വേട്ട, 65 കിലോ കഞ്ചാവ് പിടികൂടി. പിക്കപ്പ് വാനിൽ ഒളിപ്പിച്ചു കടത്തിയ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. പാലക്കാട് മെഡിക്കൽ കോളേജിന് മുന്നിൽ റീത്ത് വെച്ച് സമരം നടത്തിയതിലൂടെ പട്ടികജാതിക്കാർ അപമാനിക്കപ്പെട്ടെന്ന് ദളിത് ഗോത്ര ദേശീയ പാർട്ടി പ്രസിഡന്റ് AN കരിങ്കരപ്പള്ളി. സർക്കാർ മെഡിക്കൽ കോളേജാണെന്ന് പറയപ്പെടുമ്പോഴും SC ഫണ്ട് ഉപയോഗിച്ച് മാത്രമാണ് മെഡിക്കൽ കോളേജ് നിർമ്മിച്ചതെന്നും AN കരിങ്കരപ്പള്ളി. മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഇന്നും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അനുബന്ധ സൗകര്യങ്ങളും മെഡിക്കൽ കോളേജിനെ ബാധിക്കുന്നതായും AN കരിങ്കരപ്പള്ളി. വാർത്തകൾ വിശദമായി. ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്തതിൽ വൻ അഴിമതിയാണെന്നും ഇത് സംഘടിതമായ അഴിമതിയാണെന്നും തെരഞ്ഞെടുപ്പിൽ CPM കോടികൾ മറയ്ക്കുന്നതിന് ഈ അഴിമതിയെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളത്തിൽ UDF തരംഗമെന്നും വൻ വിജയം നേടുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്ന K. സുധാകരൻ്റെ പ്രസ്താവന അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമാണെന്നും അഭിപ്രായം പറയാൻ പറ്റുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു. വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറയുന്ന പാർട്ടിയല്ലെന്നും KC വേണുഗോപാൽ തൃശ്ശൂരിൽ പറഞ്ഞു. ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത 200ഓളം ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി. ബാറുകളുടെ സമയപരിധി നീട്ടി ഉത്തരവിറക്കിയ അതേ ദിവസമാണ് ഇത് ചെയ്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ CPM കോടികൾ മറിക്കുകയാണ്. അതിനാണ് ഈ അഴിമതി. LPG പ്രതിസന്ധി സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. കേരളത്തിൽ UDF തരംഗമുണ്ടെന്നും വൻ വിജയം നേടുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കേരള സർക്കാർ നടത്തിയിട്ടുള്ള ഒരു സംഘടിത അഴിമതി ഏറ്റവും ഒടുവിൽ ക്ലാസിഫിക്കേഷൻ നോക്കാതെ ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്ത കാര്യത്തിൽ കേരളം കണ്ട വൻ അഴിമതികളൊന്നും നടന്നിരിക്കുകയാണ്. അഴിമതി ഇല്ലെന്ന് ഊറ്റം കൊള്ളുന്ന സർക്കാർ സംഘടിത രീതിയിൽ അഴിമതി നടത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ബാറുകൾക്ക് 5 വർഷത്തേക്കാണ് കാലാവധി കൊടുക്കുക. അത് കഴിഞ്ഞ് ടൂറിസം വകുപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ അനുസരിച്ചിട്ടാണ് ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുക്കുക. ഇപ്പോൾ 200ഓളം ബാറുകൾക്ക്, 1ഉം 2ഉമല്ല, ടൂറിസം വകുപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ കാത്തു നിൽക്കാതെ വളരെ രഹസ്യമായിട്ട് ലൈസൻസ് പുതുക്കി കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ടൂറിസം വകുപ്പ് ക്ലാസിഫിക്കേഷൻ പുതുക്കി കൊടുക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്.
കാരണം സ്റ്റാർ ഫെസിലിറ്റി നിശ്ചയിച്ചിട്ട് ആ 3 സ്റ്റാർ ഫെസിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ബാറുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഹോട്ടലുകളുടെ സൗകര്യങ്ങൾ കുറഞ്ഞു പോയാൽ അതനുസരിച്ച് പുതുക്കി കൊടുക്കേണ്ടി വരും, പുതുക്കി പണിയേണ്ടി വരും, കുറച്ച് ചിലവൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടൂറിസം വകുപ്പിൻ്റെ ഈ ക്ലാസിഫിക്കേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ബാർ ഹോട്ടലുകൾ ശ്രമിക്കാറുള്ളത് പലപ്പോഴും. അത് ടൂറിസം വകുപ്പ് തന്നെ പലപ്പോഴായിട്ട് പരാതി പറയാറുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ രഹസ്യമായിട്ട് സർക്കാർ വെബ്സൈറ്റിൽ പോലും ഉണ്ടായിരുന്നില്ല 200 ബാറുകൾക്കും ലൈസൻസ് പുതുക്കി കൊടുത്തിരിക്കുകയാണ്. ഇത് സംഭവിച്ച ദിവസം ഏതാണ്? ഇരട്ട അഴിമതിയാണ്. ബാറുകളുടെ സമയപരിധി നീട്ടിക്കൊടുത്ത അതേ ഉത്തരവിറക്കിയ അതേ ദിവസം തന്നെയാണ് ഈ ഉത്തരവ് നടത്തിയിരിക്കുന്നത്. കേരളത്തെ മദ്യവർജനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് വരുന്ന അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. എത്ര ബാർ അനുവദിച്ചിരിക്കുന്നു മൊത്തം? ഇതുപോലെ ബാറുകൾ അനുവദിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കൃത്യമായിട്ടും തിരഞ്ഞെടുപ്പിലേക്ക് നമുക്കറിയാം, സ്പ്രിംഗ്, സ്വർണ്ണക്കടത്ത്, ശബരിമല സ്വർണ്ണക്കൊള്ള, ഇത് കഴിഞ്ഞിപ്പോൾ ഏറ്റവും പുതിയ അക്ഷയപാത്രമായിട്ട് സർക്കാരും CPM-ഉം കണ്ടിരിക്കുന്നത് ബാറുകളുടെ ഈ ലൈസൻസ് നീട്ടിക്കൊടുക്കലാണ്. ഇത് കൊടിയ അഴിമതിയാണ്. തിരഞ്ഞെടുപ്പിൽ കോടികൾ മറിച്ചുകൊണ്ടിരിക്കുകയാണ് CPM. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വൻ അഴിമതിയാണ് ഈ ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്ത കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളോട് കാണിച്ച ഏറ്റവും കടുത്ത വഞ്ചനയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ച സംഭവത്തിൽ വിവരങ്ങൾ അറിയാൻ വോട്ടർമാർക്ക് അവകാശമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ വിവരങ്ങൾ മറച്ചുവെക്കുകയാണ്. വസ്തുവിവരങ്ങൾ മറച്ചുവെച്ച ചട്ടലംഘനമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണം. ഇക്കാര്യത്തിൽ പരാതി നൽകുമെന്നും നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുമെന്നും രാജീവ് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. കൃത്യമായിട്ടും ഫോം 26 അനുസരിച്ച്, ഇലക്ഷൻ കമ്മീഷൻ്റെ ചട്ടമനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിത്വം അപേക്ഷ നൽകുമ്പോൾ കൊടുക്കേണ്ട അഫിഡവിറ്റിൽ സ്വത്ത് വിവരങ്ങൾ പൂർണ്ണമായിട്ടും കാണിക്കണമെന്നുള്ളത് ഫോം 26 സത്യവാങ്മൂലത്തിൽ പറയുന്നതാണ്. അത് ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പ് 36(2) പ്രകാരം രാജീവ് ചന്ദ്രശേഖരൻ്റെ നാമനിർദ്ദേശ പത്രികയിലെ വിവരങ്ങൾ ഒക്കെ മനസ്സിലാക്കാനും പരിശോധിക്കാനും ജനങ്ങൾക്കും അവകാശമുണ്ട്, വോട്ടർമാർക്കും അവകാശമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോറമംഗലയിലുള്ള ക്രമ നമ്പർ 682408 682408 എന്ന വസ്തു രാജീവ് ചന്ദ്രശേഖർ മനഃപൂർവ്വം മറച്ചുവെച്ചു. ഈ വസ്തുവിൻ്റെ നികുതിയായിട്ട് 5,02,895 രൂപ 2026 മാർച്ച് 17, അതായത് കഴിഞ്ഞ മാർച്ച് 17, ഈ മാർച്ച് 17 2026 മാർച്ച് 17 അദ്ദേഹം അടച്ചിട്ടുണ്ട്. നികുതിയായിട്ട് അദ്ദേഹം തന്നെ അടച്ചിട്ടുണ്ട്. കർണാടക സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വ്യക്തമായ രേഖകളുമുണ്ട്. 2026 മാർച്ച് 17 5 ലക്ഷത്തിലധികം രൂപ നികുതി അടച്ച 5 ലക്ഷം രൂപ നികുതി അടക്കണമെങ്കിൽ ആ സ്വത്തിൻ്റെ വില എത്രയായിരിക്കും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കർണാടകത്തിലെ വില. ആ വസ്തു അഫിഡവിറ്റിലില്ല, മറച്ചു വച്ചിരിക്കുകയാണ്. 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ വസ്തു വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും 26 ഇത് ഒഴിവാക്കി. ഇത് ക്ലിയർ വയലേഷനാണ്. ഇത് റൂളിൻ്റെ വയലേഷനാണ്, ക്ലിയർ റൂളിൻ്റെ വയലേഷനാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചു വച്ചതിന് 125(a)(2) പ്രകാരം 125(a)(2) പ്രകാരം നടപടി സ്വീകരിക്കണം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് പരാതി നൽകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. NDA പരാജയപ്പെടുത്താൻ LDF-ഉം UDF-ഉം ചേർന്ന് കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഈ അവിശുദ്ധ ബന്ധത്തെ മറച്ചുവെക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പലതും വിളിച്ചു പറയുകയാണെന്നും BJP വക്താവ് MT രമേശ് പറഞ്ഞു. കേരളത്തിൽ ഇന്ത്യ സഖ്യം നിലവിൽ ഉണ്ടോ എന്ന് ആരാണ് അതിൻ്റെ നേതാവെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്നും MT രമേശ് ആവശ്യപ്പെട്ടു. തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 91 രഹസ്യമായിരുന്നില്ലല്ലോ, പരസ്യമായിട്ടുള്ള കാര്യമാണ്.
അതുകൊണ്ട് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുമ്പ് പലതും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് CPI മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്, ലീഗും CPM മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ രാജ്യത്തുണ്ടായിട്ടുള്ളതാണ്. നമ്മൾ വർത്തമാന കാലത്താണല്ലോ ജീവിക്കുന്നത്. വർത്തമാന കാലത്ത് ആരാണ് ഡീൽ ഉണ്ടാക്കുന്നത്, ആരാണ് BJP തോൽപ്പിക്കാൻ വേണ്ടി പരസ്യമായി വോട്ട് ഷിഫ്റ്റിംഗ് ആണ്. അവരുടെ മുന്നണി ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് വിരോധമില്ല, മുന്നണിയാണ് രാജ്യം മുഴുവനും. അപ്പോൾ ഒരുമിച്ച് മത്സരിക്കണം, ആളുകളെ വിഡ്ഢികളാക്കരുത്, ജനാധിപത്യത്തെ പരിഹസിക്കരുത്. VD സതീശനും പിണറായി വിജയനും ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള സമൂഹത്തെ പരിഹസിക്കുകയാണ്. അവർ പരസ്പരം മത്സരിക്കുന്നു, വാദപ്രതിവാദം നടത്തുന്നു, എന്നിട്ട് BJP ജയിക്കാതിരിക്കാൻ വേണ്ടി പിൻവാതിലൂടെ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ ഏർപ്പാടിനെയാണ് ഞങ്ങൾ എതിർക്കുന്നതും ചൂണ്ടിക്കാണിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ ഒറ്റപ്പാലം നിയോജക മണ്ഡലങ്ങളിൽ ആകെ 4,8432 വോട്ടർമാർ. ഇതിൽ കൂടുതൽ ഒറ്റപ്പാലം മണ്ഡലത്തിലാണ് 2,09,188 വോട്ടർമാർ. ഷൊർണൂർ മണ്ഡലത്തിൽ 1,99,224 വോട്ടർമാരുമാണുള്ളത്. 2 മണ്ഡലങ്ങളിലും കൂടി 4 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുണ്ട്. ആകെ 462 ബൂത്തുകളാണ് ഈ 2 മണ്ഡലങ്ങളും കൂടി സജ്ജീകരിക്കുക. SIR അന്തിമ വോട്ടർ പട്ടികയ്ക്ക് ശേഷമുള്ള ഇലക്ഷൻ വിഭാഗത്തിൻ്റെ കണക്കുകളാണിത്. ഒറ്റപ്പാലം താലൂക്കിൽ ഷൊർണൂർ ഒറ്റപ്പാലം നിയോജക മണ്ഡലങ്ങളാണുള്ളത്. ഒറ്റപ്പാലം താലൂക്കിൽ ഷൊർണൂർ ഒറ്റപ്പാലം നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ്. ഈ 2 മണ്ഡലത്തിലും കൂടി ആകെ 4,08,432 വോട്ടർമാരാണുള്ളത്. 2 മണ്ഡലങ്ങളിലെയും വോട്ടർമാരുടെ കണക്കുകൾ ഇനി പറയും വിധമാണ്. ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ 1,99,224 വോട്ടർമാരാണുള്ളത്. ഇതിൽ പുരുഷ വോട്ടർമാർ 97,215 സ്ത്രീ വോട്ടർമാർ 1,02,007 വോട്ടർമാരുമാണുള്ളത്. 2 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുണ്ട്. മണ്ഡലത്തിലാകെ 224 ബൂത്തുകളാണ് പ്രവർത്തിക്കുക. വാണിയംകുളത്തെ സെൻറ്റർ നമ്പർ 53 നമ്പർ അംഗൻവാടിയിൽ 203 ബൂത്തിലാണ് കൂടുതൽ വോട്ടർമാർ. ഇവിടെ 1,120 വോട്ടർമാരുണ്ട്. ഏറ്റവും കുറവ് വോട്ടർമാർ ത്രാങ്ങാലി വനിതാ ക്ലസ്റ്റർ സെൻ്ററായ 209 നമ്പർ ബൂത്തിലാണ്. ഇവിടെ മാത്രം 525 വോട്ടർമാരാണുള്ളത്. ഒറ്റപ്പാലം മണ്ഡലത്തിലാകെ 2,09,188 വോട്ടർമാർ ഉണ്ട്. ഇതിൽ പുരുഷ വോട്ടർമാർ 1,01,530 വോട്ടർമാരും സ്ത്രീ വോട്ടർമാർ 1,07,656 വോട്ടർമാരുമാണുള്ളത്. ഈ മണ്ഡലത്തിലും 2 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുണ്ട്. ചുനങ്ങാട് SDVM ALP സ്കൂളിലെ 129 നമ്പർ ബൂത്തിലാണ് കൂടുതൽ വോട്ടർമാരുള്ളത്. ഇവിടെ 1,221 വോട്ടർമാരുണ്ട്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് തെക്കുംചൊറോട് അംഗനവാടി 187 നമ്പർ ബൂത്തിലാണ്. ഇവിടെ മാത്രം 555 വോട്ടർമാരാണുള്ളത്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാഗ്ദൾ NDA പിന്തുണയ്ക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയതലത്തിൽ NDAയ്ക്ക് ഒപ്പം നിൽക്കുന്ന RLD ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കേരളത്തിൽ സജീവമായത്. LDFനോടും UDFനോടും വിമുഖത കാണിക്കുന്ന വിഭാഗത്തെ NDAയ്ക്ക് അനുകൂലമാക്കിയാണ് ലക്ഷ്യം. NDA സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി രംഗത്തിറങ്ങുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് PR സതീഷ് മേനോൻ, സംസ്ഥാന സെക്രട്ടറി പ്രകാശ് നട്ടക്കുളങ്ങര, രാജേഷ് കൈലാട്, KP ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മളെ NDAയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മുടെ NDA സ്ഥാനാർത്ഥികളെല്ലാം പാലക്കാട് ജില്ലയിൽ അവരുടെയെല്ലാം സപ്പോർട്ടോടുകൂടി ഞങ്ങൾ RLD എന്ന പ്രസ്ഥാനം NDA മുന്നണിയോടൊപ്പം പാലക്കാടിലെ എല്ലാ NDA സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രവർത്തിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനോട് പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി P മമ്മിക്കുട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചൂടുപിടിക്കുന്നു. വ്യാഴാഴ്ച ഷൊർണൂർ മേഖല കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥിയുടെ പ്രചരണം. കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും പൊരിഞ്ഞ പോരാട്ടത്തിന് മമ്മിക്കുട്ടി കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഷൊർണൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി P മമ്മിക്കുട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചൂടുപിടിക്കുന്നു. ഇതിനകം ഷൊർണൂർ, ചെർപ്പളശ്ശേരി എന്നിവിടങ്ങളിൽ റോഡ് ഷോ കഴിഞ്ഞു. മുനിസിപ്പൽ കൺവെൻഷനുകളും ലോക്കൽ കൺവെൻഷനുകളും പൂർത്തിയായി. ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ തന്നെയാണ് ഇത്തവണയും മമ്മിക്കുട്ടി കളത്തിലിറങ്ങിയിരിക്കുന്നത്. 2ാം അംഗത്തിലും മണ്ഡലം നിലനിർത്താനുള്ള പരമാവധി പരിശ്രമത്തിലാണ് സ്ഥാനാർത്ഥിയും ഒപ്പം നേതാക്കളും പ്രവർത്തകരും. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയാണ് മമ്മിക്കുട്ടി വോട്ടർമാരെ നേരിൽ കാണാനിറങ്ങിയിരിക്കുന്നത്. ഓരോരുത്തരെയും നേരിൽ കണ്ട് പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. പൊരിഞ്ഞ പോരിൽ വിജയിക്കുമെന്ന എല്ലാ പ്രതീക്ഷയും സ്ഥാനാർത്ഥിക്കുണ്ട്. സ്ഥാനാർത്ഥിയുടെ പ്രചരണം 26 വ്യാഴാഴ്ച ഷൊർണൂർ മേഖല കേന്ദ്രീകരിച്ചാണ്.
രാവിലെ 7-ന് ത്രാങ്ങാലിൽ നിന്നും ആരംഭിക്കുന്ന പര്യടനം ഷൊർണൂരിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം കഴിഞ്ഞ ശേഷം വൈകിട്ട് ചളവറ സെൻറ്ററിൽ സമാപിക്കും. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. എൻഡിഎയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുമ്പോൾ മാത്രമേ സംസ്ഥാനത്ത് കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയൂവെന്ന് മുൻ MP അപരാജിത സാരംഗി IAS പറഞ്ഞു. NDA ഷൊർണൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അപരാജിത സാരംഗി. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന NDA ഷൊർണൂർ മണ്ഡലം കൺവെൻഷൻ നേതാക്കളിലും പ്രവർത്തകരിലും ആവേശമായി. കൺവെൻഷനിലെത്തിയ BJP സഹപ്രഭാരിയും മുൻ MPയുമായ അപരാജിത സാരംഗി IASനെയും സംഗീത സംവിധായകൻ കൈലാസ് മേനോനെയും നേതാക്കൾ ഷാളണിച്ച് സ്വീകരിച്ചു. കൺവെൻഷൻ അപരാജിത സാരംഗി IAS ഉദ്ഘാടനം ചെയ്തു. NDAയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുമ്പോൾ മാത്രമേ സംസ്ഥാനത്ത് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് അവർ പറഞ്ഞു. മാറി മാറി ഭരിച്ച UDF LDF സർക്കാരുകൾ കേരളത്തെ വികസന മുരടിപ്പിലേക്ക് എത്തിച്ചെന്നും അപരാജിത സാരംഗി പറഞ്ഞു. In the earlier government, I was opposed at every point. No work was allowed to be done in my constituency by the then government. And that is why we all got together, the Bharatiya Janata Party people, and we all fought against the BJD. We said we wanted Modi ji's government, we want double engine sarkar in Odisha. We are aware of the fact that there are 28 states and 8 union territories in the country. In 19 states, we have our own government. Our government, our NDA government, in 19 states, always remember this. കൺവെൻഷനിൽ കൈലാസ് മേനോൻ, സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ്, BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, KM ഹരിദാസ്, EP നന്ദകുമാർ, ജയൻ മാസ്റ്റർ, മുരളീധരൻ, മണികണ്ഠൻ, MP സതീഷ് കുമാർ, രഞ്ജിത്ത്, അഡ്വക്കേറ്റ് പ്രഭാസ് ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുസ്ലിം ലീഗും കോൺഗ്രസും പൊക്കിൾക്കൊടി ബന്ധമാണെന്നും മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരരുതെന്നും വന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാതാകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. ചേലക്കര നിയോജകമണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ചേലക്കര നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്നിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേലക്കര തോന്നൂർക്കര MSN ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെയർമാൻ PM അമീർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുഖ്യാതിഥിയായി പങ്കെടുത്തു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, E വേണുഗോപാല മേനോൻ, DCC ഭാരവാഹികളായ TM കൃഷ്ണൻ, TS രാമദാസ്, ജോണി മണിച്ചിറ, P സുലൈമാൻ, PM അനീഷ്, TA രാധാകൃഷ്ണൻ, CP ഗോവിന്ദൻകുട്ടി, K നാരായണൻകുട്ടി, മുസ്ലിം ലീഗ് നേതാക്കളായ MP കുഞ്ഞിക്കോയ തങ്ങൾ, PK ഷാഹുൽ ഹമീദ്, VA അബ്ദുൽ കരീം, TK സൈദലവി, EH യൂസഫ്, PM മുസ്തഫ, KA അഫ്സൽ, PI ഷാനവാസ്, ഗോപാലകൃഷ്ണൻ, PP പ്രസാദ്, RSP ജില്ലാ സെക്രട്ടറി പ്രസാദ്, ജോൺ ആടുപാറ, ബഷീർ ഫൈസി ദേശമംഗലം, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, ഷാജി തോമസ് എന്നിവർ സംസാരിച്ചു. ചതിയിൽ പെട്ടു നിൽക്കുന്നവരാണ് നമ്മൾ. മാത്രമല്ല, ഈ റോഡിൽ കൂടെ നടക്കുന്ന ഒന്നും അറിയാൻ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഒരു വലിയ വഞ്ചനയ്ക്ക് വിധേയരായിരിക്കുകയാണ്. 6 ലക്ഷം കോടി രൂപയുടെ കടമാണ് നമുക്കുള്ളത്. 6 ലക്ഷം കോടി രൂപയുടെ കടമാണ് നമുക്ക്. 6 ലക്ഷം കോടി എന്ന് പറയുന്നത് 6 ലക്ഷം എഴുതിയിട്ട് പിന്നെ കോടിയുടെ പൂജ ഇടണം. ഒരു സംസ്ഥാനത്തിന് താങ്ങാവുന്ന കടത്തിൻ്റെ എല്ലാ ലിമിറ്റുകളും എക്സീഡ് ചെയ്തിരിക്കുകയാണ്. 65 വർഷം കൊണ്ടുണ്ടായിരുന്ന കടം 1 ലക്ഷം കോടി, 10 വർഷം കൊണ്ട് 6 ലക്ഷം കോടി. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ തലയിൽ ഏകദേശം 2 ലക്ഷം രൂപ കടമാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് എല്ലാവരും ഉണ്ട്, ജനിച്ചു വീഴുന്നവർക്കുണ്ട്. നമ്മുടെ നാട്ടിൽ കുടുംബങ്ങളിൽ വലിയ തറവാട്, വലിയ കുടുംബമൊക്കെ ഉണ്ടാവും, സമ്പന്നരായ കുടുംബമാകും. ആ കുടുംബത്തിൽ ഒരു പുത്രൻ മുടിയനായി വഴിതെറ്റിപ്പോയി എന്ന് വെക്കുക. അബദ്ധവശാൽ കുടുംബത്തിൻ്റെ ചുമതല അയാളുടെ കയ്യിൽ വന്ന് വീഴുന്നു. കുടുംബത്തിൽ സമ്പത്തുണ്ട്. ആ സമ്പത്ത് മുഴുവൻ മുടിച്ചതിന് ശേഷം അവൻ കോപ്പറേറ്റീവ് ബാങ്കിൽ പോയി ലോൺ എടുക്കും, പിന്നെ നാഷണലൈസ്ഡ് ബാങ്കിൽ പോയി ലോൺ എടുക്കും, പിന്നെ സിബിൽ സ്കോർ ഒന്നും ശരിയാകാതെ വരുമ്പോൾ വട്ടിപ്പലിശയ്ക്ക് എടുക്കും. ഈ എടുക്കുന്ന എന്തിനാ? ദൂർത്തടിക്കാൻ. അങ്ങനെ മുടിയനായ ഒരു പുത്രൻ ഒരു കുടുംബത്തെ 10 കൊല്ലം നടത്തിയാൽ എങ്ങനെ ഇരിക്കുക കുടുംബം?
ആ ദുരിതത്തിലാണ് ഈ കുടുംബം. അതിൽ നിന്ന് തിരിച്ചെങ്ങനെ ഈ കുടുംബം കരകയറുമെന്നതിനെക്കുറിച്ച് ആലോചന കഴിഞ്ഞ 1 വർഷമായി UDF നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. LDF കോട്ടായി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം KM സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. R. ലത അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി PP സുമോദ്, V. മോഹനൻ, KG ബാബു, TK ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മങ്കരയിൽ LDF കൺവെൻഷൻ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് PA ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. CM അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. LC സെക്രട്ടറി ER ശശി സ്വാഗതം പറഞ്ഞു. മോഹൻദാസ്, CK ചന്താമര, OM മോഹൻരാജ്, പഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത എന്നിവർ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ശാന്തകുമാരിയെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് കൺവെൻഷൻ തീരുമാനിച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജ് മുന്നിൽ റീത്ത് വെച്ച് സമരം നടത്തിയതിലൂടെ പട്ടികജാതിക്കാർ അപമാനിക്കപ്പെട്ടെന്ന് ദളിത് ഗോത്ര ദേശീയ പാർട്ടി പ്രസിഡന്റ് N. കരിങ്കരിപ്പുള്ളി പറഞ്ഞു. സർക്കാർ മെഡിക്കൽ കോളേജ് ആണെന്ന് പറയപ്പെടുമ്പോഴും SC ഫണ്ട് മാത്രം ഉപയോഗിച്ചാണ് മെഡിക്കൽ കോളേജ് നിർമ്മിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഇന്നും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ്, അനുബന്ധ സൗകര്യങ്ങളുടെയും കുറവ് മെഡിക്കൽ കോളേജിനെ ബാധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 2011 ഉമ്മൻചാണ്ടി സർക്കാരാണ് പാലക്കാടിനെ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഇന്നും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവും മെഡിക്കൽ കോളേജിലുണ്ട്. അനുബന്ധ സൗകര്യങ്ങളുടെ കുറവും മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. പോരായ്മകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് നിവേദനം നൽകി വരുന്നുണ്ട്. മെഡിക്കൽ കോളേജിന് അംബേദ്കറുടെയോ അയ്യങ്കാളിയുടെയോ പേര് നൽകണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. എങ്കിലും പട്ടികജാതിക്കാരുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മെഡിക്കൽ കോളേജിന് മുൻപിൽ റീത്ത് വെച്ചുള്ള സമരം അംഗീകരിക്കില്ലെന്നും AN കരിങ്കരപ്പള്ളി പറഞ്ഞു. C. രാമചന്ദ്രൻ, K. ദേവദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമരം ചെയ്ത് പട്ടികജാതിക്കാരെ അപമാനിക്കുന്ന വിധത്തിലുള്ള ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പിന്നിൽ നിഗൂഢതയും ദുരൂഹതയും നിലനിൽക്കുന്നുണ്ട്. അത് അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. അതിനെതിരെ പാലക്കാടുള്ള എല്ലാ പട്ടികജാതി ജനവിഭാഗങ്ങളും ജനാധിപത്യ വിശ്വാസികൾ രംഗത്ത് വന്ന് ഇത്തരം തൽപരകക്ഷികളുടെ താല്പര്യങ്ങൾക്ക് എതിരായിക്കൊണ്ട് നിലകൊള്ളണമെന്നുള്ള ഒരു അഭിപ്രായവുമായിട്ടാണ് ഞങ്ങൾ ഇതിനെതിരെ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. ഇത് പട്ടികജാതി വകുപ്പ് മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾ പല ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജിന് മഹാനായ അംബേദ്കറുടെയോ അയ്യങ്കാളിന്റെ നാമധേയം നൽകണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സമരത്തിലാണ് ഞങ്ങളുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് പട്ടികജാതിക്കാർ സ്ഥാപനമായി ഞങ്ങൾ സങ്കല്പിക്കുന്നു. അത് ശരിയാണോ തെറ്റെന്നുള്ളത് മറ്റു കാര്യങ്ങൾ. ഇപ്പോൾ പട്ടികജാതിക്കാർ ഫണ്ടായിരുന്നു എൻ്റെ ഒരു മുതൽ ഞാൻ ഇറക്കിക്കഴിഞ്ഞാൽ അത് എൻ്റെ സ്ഥാപനമായിട്ട് എനിക്ക് കാണാൻ കഴിയില്ല. അത് മറ്റാളുടെ സ്ഥാപനമായിട്ടോ പൊതു സ്ഥാപനമായിട്ടോ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അത് പട്ടികജാതിക്കാരുടെ സ്ഥാപനമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ സ്ഥാപനം പട്ടികജാതിക്കാരെ ആക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പീച്ചിയിൽ രേഖകളില്ലാത്ത 62,50,000 രൂപ എക്സൈസ് പിടികൂടി. ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ബസ്സിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെടുത്തത്. കർണാടക സ്വദേശി ഉദയ് എന്ന ആളിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. തൃശൂർ പുന്നൂർക്കുളത്തെ കഞ്ചാവ് വേട്ട 65 കിലോ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. പിക്കപ്പ് വാനിൽ ഒളിപ്പിച്ചു കടത്തിയ കഞ്ചാവാണ് സംഘം പിടികൂടിയത്. സംഭവത്തിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. കോട്ടയം സ്വദേശികളായ ലിൻഡെ, കുര്യൻ, ചെങ്ങണങ്ങാട് സ്വദേശി അനീഷ എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്തതിൽ വൻ അഴിമതിയാണെന്നും ഇത് സംഘടിതമായ അഴിമതിയാണെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളത്തിൽ UDF തരംഗമാണെന്നും UDF വൻ വിജയം നേടുമെന്നും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകുമെന്ന K. സുധാകരൻ്റെ പ്രസ്താവന അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണെന്നും വേണുഗോപാൽ. NDA പരാജയപ്പെടുത്താൻ LDFും UDFും ചേർന്ന് കൂട്ടുകൂടിയിട്ടുണ്ടെന്നും ഈ അവിശുദ്ധ ബന്ധത്തെ മറച്ചുവെക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പലതും വിളിച്ചു പറയുകയാണെന്നും BJP വക്താവ് MT രമേശ്. കേരളത്തിൽ ഇന്ത്യ സഖ്യം നിലവിലുണ്ടോ എന്നും ആരാണ് ഇതിൻ്റെ നേതാവെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്നും MT രമേശ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങളിൽ 4,80,432 വോട്ടർമാർ. ഇതിൽ കൂടുതൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ 2,09,188 വോട്ടർമാർ ഒറ്റപ്പാലത്തും 1,00,000
99,224 വോട്ടർമാർ ഷൊർണൂരിലും 2 മണ്ഡലങ്ങളും കൂടി 462 ബൂത്തുകൾ, 4 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാഗ്ദൾ NDA പിന്തുണയ്ക്കും ദേശീയ തലത്തിൽ NDAക്ക് ഒപ്പം നിൽക്കുന്ന RLD കേരളത്തിൽ സജീവമായത് മാസങ്ങൾക്ക് മുൻപ്. NDAയുടെ നേതൃത്വത്തിൽ കേരളത്തിലും കേന്ദ്രത്തിലും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാവുമ്പോൾ മാത്രമേ കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയൂവെന്ന് മുൻ MP അപരാജിത സാരംഗി IAS. NDAയുടെ മണ്ഡലം കൺവെൻഷൻ ഷൊർണൂരിൽ. മങ്കരയിലും കോട്ടയിലും LDF കൺവെൻഷനുകൾ. ഷൊർണൂർ നിയോജകമണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി P മമ്മിക്കുട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചൂടുപിടിക്കുന്നു. കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന നേട്ടങ്ങൾ വോട്ടാക്കുമെന്ന് P മമ്മിക്കുട്ടി. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പൊക്കിൽക്കൊടി ബന്ധമാണെന്നും 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരരുതെന്നും വന്നാൽ പാർട്ടി തകരുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP. തൃശൂർ പീച്ചിയിൽ രേഖകളില്ലാത്ത 64,50,000 രൂപ എക്സൈസ് പിടികൂടി. ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോയിരുന്ന ബസ്സിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. പണം പിടികൂടിയത് ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി. തൃശൂർ പുന്നീർകുളത്തെ കഞ്ചാവ് വേട്ട 65 കിലോ കഞ്ചാവ് പിടികൂടി. പിക്കപ്പ് വാനിൽ ഒളിപ്പിച്ചു കടത്തിയ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. പാലക്കാട് മെഡിക്കൽ കോളേജിന് മുന്നിൽ റീത്ത് വെച്ച് സമരം നടത്തിയതിലൂടെ പട്ടികജാതിക്കാർ അപമാനിക്കപ്പെട്ടെന്ന് ദളിത് ഗോത്ര ദേശീയ പാർട്ടി പ്രസിഡന്റ് AN കരിങ്കരപ്പള്ളി. സർക്കാർ മെഡിക്കൽ കോളേജാണെന്ന് പറയപ്പെടുമ്പോഴും SC ഫണ്ട് ഉപയോഗിച്ച് മാത്രമാണ് മെഡിക്കൽ കോളേജ് നിർമ്മിച്ചതെന്നും AN കരിങ്കരപ്പള്ളി. മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഇന്നും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അനുബന്ധ സൗകര്യങ്ങളും മെഡിക്കൽ കോളേജിനെ ബാധിക്കുന്നതായും AN കരിങ്കരപ്പള്ളി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.